വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 15ാമത്തെ ചാപ്റ്റർ ആകുഞ്ഞുങ്ങളെ കെമിസ്ട്രി ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. അതായത് നമ്മുടെ കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാഠമാണ് കേട്ടോ. നമ്മുടെ ബേസിക് സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. കാരണം എല്ലാ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സിൻ്റെ സ്ഫെറിക്കൽ മിറർ, കെമിസ്ട്രിയുടെ ഇപ്പോൾ ഈ കെമിസ്ട്രി ഓഫ് മാറ്റർ, ബയോളജിയുടെയും ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട് കേട്ടോ, സെല്ല് കേട്ടോ, ഡോട്ടർ സെല്ലിനെ കുറിച്ച്, കുഞ്ഞായ കോശങ്ങളോ അങ്ങനെ എന്തോ പറയുന്നൊരു ചാപ്റ്റർ. അപ്പോൾ ആ 3 ചാപ്റ്ററിൻ്റെയും നോട്ടുകൾ കുറേശ്ശെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിത് 3 ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് 15ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളിത് കെമിസ്ട്രി ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. പദാർത്ഥങ്ങളുടെ രസതന്ത്രം നമ്മുടെ ചാപ്റ്ററിനകത്തിൽ കുറേ പിക്ചർ ഇവിടെ കുറേ നമുക്കിത് കാണുമ്പോൾ തന്നെ കണ്ടോ, കുറേ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എന്താണെന്നറിയോ, ഈ വസ്തുക്കൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ അല്ലയോ? നിങ്ങൾ നോക്കിയേ, ഇവ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഇതൊന്ന് പട്ടികപ്പെടുത്തുക എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ബലൂണ്, പ്ലാസ്റ്റിക്കിൻ്റെ കസേരയുണ്ട്, ചൂരലിൻ്റെ കസേരയുണ്ട് അല്ലേ, ഗ്ലാസിൻ്റെ ജാറുണ്ട്, പിന്നെ കതകുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുണ്ട്, പിന്നെ നമ്മൾ ഈ ചോറൊക്കെ കൊണ്ടുപോകുന്ന അല്ലേ തട്ടമുണ്ട്, പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറേ പാത്രങ്ങളുണ്ട്, ചുറ്റികയുണ്ട്, ടയറുണ്ട്, പിന്നെ കയറുണ്ട് അല്ലേ, കയറുമുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കയറുമുണ്ട്, അല്ലാത്ത നമ്മൾ ചകിരി കൊണ്ട് ഉണ്ടാക്കുന്ന കയറുമുണ്ട്. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെയും നമ്മളെന്താ താഴെ ഓരോ ഐറ്റംസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് എന്നും പറഞ്ഞ് നിങ്ങളുടെ ടെസ്റ്റിനകത്തിലും 244ാമത്തെ പേജ്. അതായത് ഞാനിവിടെ ഇംഗ്ലീഷുകാർക്കും മലയാളം മീഡിയക്കാർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ലിസ്റ്റ് ദ മെറ്റീരിയൽസ് ഇൻ ദ പിക്ചർ ആസ് ഡിസ്ക്രൈബ്ഡ്. നമ്മുടെ ചിത്രത്തിലുള്ള വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലൊന്ന് പട്ടികപ്പെടുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഐറ്റം മെയ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽ. നമ്മുടെ പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ അത് ഏതൊക്കെ കൊണ്ടുള്ളവ ഇതിനകത്തിൽ ഈ പടത്തിനകത്തിൽ ഏതൊക്കെയുണ്ട്? അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങൾ അല്ലേ, മനുഷ്യനിർമ്മിതമാണ് സിന്തറ്റിക് മെറ്റീരിയൽ കേട്ടോ. ഐറ്റം മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽ ടെസ്റ്റിലെ 2 ബോക്സുകളാണ്. ഒന്ന് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലുകളും, 2 മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും. ഓക്കെ ആണോ? ടെസ്റ്റിലെ ചോദ്യമാണ്. നോക്കിക്കേ, കുറേ പടം അവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഡോറ്. ഈ പടം വെച്ചിട്ട് നമുക്കിതെങ്ങനെ എഴുതാമെന്നാണ്. നോക്കുക കുഞ്ഞുങ്ങളെ, ഇവിടെ ആദ്യം ഡോറ് മെയ്ഡ് ഓഫ് വുഡ് ആണല്ലോ. നമ്മുടെ വാതിൽ എന്ന് പറയുന്നത് മരം കൊണ്ട് ഉള്ളതാണ്. ഈ മരം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വല്ലതും പിന്നെ ഉണ്ടാക്കിയത് വല്ലതും ആണോ? അല്ലാതെ പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രകൃതിയിലുള്ളതും നമ്മൾ മേക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഏതൊക്കെയാണെന്നാണ്. ഇത് പ്രകൃതിയാണ് കുഞ്ഞുങ്ങളെ. ഡോർ എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് വുഡ്, അതായത് വാതിൽ എന്ന് പറയുന്നത് മരം കൊണ്ടുള്ളതാണ്. ടയർ നോക്കിയേ, മെയ്ഡ് ഓഫ് റബ്ബർ. ടയർ എന്ന് വെച്ചാൽ റബ്ബർ കൊണ്ടുള്ളതാണ് ടയർ. പിന്നെ ബലൂണ് മെയ്ഡ് ഓഫ് റബ്ബർ, ബലൂൺ എന്ന് പറഞ്ഞാൽ റബ്ബർ കൊണ്ടുള്ളതാണ്. കയറ്, COIR കയറില്ലേ, കൊയറല്ല, നമ്മൾ മലയാളത്തിൽ കയറില്ലേ, മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫൈബർ. ചകിരി കൊണ്ടാണ് ഞങ്ങൾ ഈ കയറുണ്ടാക്കുന്നത് കേട്ടോ, ചകിരി കൊണ്ടാണ് കയറുണ്ടാക്കുന്നത്. ഇതെല്ലാം എന്താ, നാച്ചുറലാണ് അല്ലേ, പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാ. റബ്ബറായാലും മരമായാലും ഇപ്പം ഈ പറഞ്ഞ ചകിരി ആയാലും എല്ലാം എന്താണ്, പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നൈലോണിൻ്റെ റോപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നൈലോണിൻ്റെ കയർ, അതോ മെയ്ഡ് ഓഫ് നൈലോണിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്, അതും പ്രകൃതിയിൽ നിന്നുള്ളതാണ്. പിന്നെയോ കെയിൻ, CANE, കെയിൻ ചെയർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, ചൂരൽ കസേര, മെയ്ഡ് ഓഫ് കെയിൻ കേട്ടോ, ചൂരൽ കൊണ്ടുള്ളതാണ് ചൂരൽ കസേര. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ 6 എണ്ണം നിങ്ങളെ പ്രകൃതിജന്യ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽസുകളാണ്. ഓക്കെ ആണോ? അടുത്ത ഇപ്പുറത്ത് ഏതാണ്, സിന്തറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഇപ്പം ജാറ്, അവിടെ ഒരു ഗ്ലാസ് ജാറ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ഭരണി കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ ഈ ഭരണി, അതാണ് കൊടുത്തിരിക്കുന്നത് ജാറ് അല്ലേ, മെയ്ഡ് ഓഫ് ഗ്ലാസ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഗ്ലാസ് ജാറല്ലേ, ഗ്ലാസ് അല്ലേ, മെയ്ഡ് ഓഫ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഭരണി എന്ന് വെച്ചാൽ ഗ്ലാസ് കൊണ്ടുള്ളതാണ്. അടുത്ത ബക്കറ്റ് ഉണ്ട്, ബക്കറ്റോ കൊടുത്തിരിക്കുന്ന ബക്കറ്റ് പ്ലാസ്റ്റിക് ആണ് അല്ലേ, മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. ഇനി കുക്കിംഗ് വെസൽസ്, ഇവിടെ നോക്കി കുറേ നമ്മുടെ അടുക്കളയിലെ കുറേ പാത്രങ്ങളുണ്ട് അല്ലേ, പാചക പാത്രങ്ങൾ എന്നല്ലേ, മെയ്ഡ് ഓഫ് അലൂമിനിയം.
അല്ലേ, എന്താ അലൂമിനിയം കൊണ്ടുള്ളതാണ്. പിന്നെ ഹാമർ ഉണ്ടല്ലേ, ചുറ്റുക, അത് മെയ്ഡ് ഓഫ് അയൺ, ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ഏതാ ആ ഹാമർ കൊടുത്തേക്കുന്നത് കേട്ടോ, ഇരുമ്പ് ചുറ്റുക. പിന്നെ ചെയർ ഉണ്ടല്ലേ, ചെയർ, CHAIR, ചെയർ, കസേര, അത് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെയറും ഉണ്ട് കേട്ടോ. ഇവിടെ 2 ചെയറുണ്ട്, ഒന്ന് ചൂരൽ കസേരയുണ്ട് കേട്ടോ, കെയിൻ ചെയറും ഉണ്ട്. പിന്നെ ഏതാണ്, അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയറും ഉണ്ട് കേട്ടോ, മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. പിന്നെയോ ടിഫിൻ കാരിയർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഏതാണ്ട് ടിഫിൻ്റെ കാരിയർ അല്ലേ, ചോറുപാത്രം കൊടുത്തിട്ടുണ്ട്. അതേതാ, മെയ്ഡ് ഓഫ് സ്റ്റീൽ അല്ലേ, എന്നാൽ ചോറുപാത്രം എന്ന് വെച്ചാൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഒന്നുകൂടെ ഞാനിത് കാണിക്കാം. കണ്ടോ, ഈ 6 എണ്ണം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഓരോ വാക്കും എടുത്തെടുത്ത് വായിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ പറയുന്നതും കേട്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ഈ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളാണ് കണ്ടോ, പിക്ചർ. ഇനിയും ഇതിനകത്തിൽ അടുത്തതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങൾ. ഏതാണ്ട് എന്താണെന്നറിയോ, മെറ്റീരിയൽ കെമിസ്ട്രി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മെറ്റീരിയൽ കെമിസ്ട്രി അല്ലെങ്കിൽ പദാർത്ഥ രസതന്ത്രം. എന്താണ് പദാർത്ഥ രസതന്ത്രം? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ അപ്പുറം എഴുതിയത് കൊണ്ട് എന്തെങ്കിലും പാടുണ്ടോ നിങ്ങൾ? ഓക്കെ, വായിക്കാൻ പറ്റും അല്ലെ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കണേ. The diverse object we use include not only natural substance but also synthetic materials. എന്താണ് മെറ്റീരിയൽ കെമിസ്ട്രിയെ കുറിച്ചാണ്. അതായത് ദ ഡൈവേഴ്സ് ഒബ്ജക്റ്റ് വി യൂസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി നാച്ചുറൽ സബ്സ്റ്റൻസ് ബട്ട് ആൾസോ സിന്തറ്റിക് മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം, പ്രകൃതി എന്ന് വെച്ചാൽ നാച്ചുറൽ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം നമ്മുടെ സിന്തറ്റിക് മെറ്റീരിയൽസ്, മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ. ഡൈവേഴ്സ് ഒബ്ജക്റ്റ്, വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം, നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതിനൊപ്പം നമ്മളും കൂടി എന്ത് ചെയ്യുന്നു, മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും കൂടി ഉൾപ്പെടുന്നതിനെയാവും നിങ്ങൾ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ മെറ്റീരിയൽ കെമിസ്ട്രി. ഇനി അടുത്തത് എന്താ, മെറ്റീരിയൽ കെമിസ്ട്രി അല്ലെ പദാർത്ഥ രസതന്ത്രം എന്നാൽ ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലേ, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫോമിങ് വേരിയസ് സബ്സ്റ്റൻസ് ഇൻ ടു യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഫോർ ഹ്യൂമൻസ്. എന്ന് വെച്ചാൽ വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ടോ നിങ്ങളെ? ചോദ്യം എന്താ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. മെറ്റീരിയൽ കെമിസ്ട്രി അല്ലെങ്കിൽ പദാർത്ഥ രസതന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിജന്യമായവയ്ക്കൊപ്പം നമ്മുടെ മനുഷ്യനിർമ്മിത പദാർത്ഥങ്ങളും കൂടി ഉൾപ്പെടുത്തും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനെയാണ് വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം അല്ലെങ്കിൽ മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. 2 എണ്ണം ഒക്കെയാണോ? ഇത് 2 നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്നതാണ് കേട്ടോ, ടെസ്റ്റിലെ കാര്യങ്ങളാണ്. അടുത്ത ഇനി നമ്മൾ നോക്കുന്നില്ല, ഇവിടെ എന്തിനെ കുറിച്ചാണ് നോക്കിയേ, ഗ്ലാസ്. എന്താ നോക്കിയേ, ഗ്ലാസ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ് അല്ലേ. ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ നമ്മൾ എന്തെടുത്താലും എന്താ അതിനകത്തിൽ മിക്കവാറും അല്ലേ, ഏകദേശം അതിനകത്തിൽ എന്തെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ഇത് കാണും. നമ്മളിപ്പോൾ ഈ പേന ചിലത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അല്ലേ, ചിലത് എന്താ പൊട്ടുന്നതൊക്കെ ഉണ്ട്, പല വിലയുടെ അല്ലേ ഗ്ലാസിൻ്റെ ഒക്കെ ഉള്ളതുണ്ട്. അപ്പം നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണ് കേട്ടോ. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണ്. ഇനി നോക്കിക്കേ, ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് എഴുതി നോക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള പദാർത്ഥങ്ങൾ ഏതെല്ലാം? ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരവായി എഴുതി വെച്ചേക്കുന്നത് നോക്കൂ ഞങ്ങളെ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ്. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണ്. ഗ്ലാസ് ഈസ് എ സിന്തറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് മെറ്റീരിയലാന്ന് കേട്ടോ.
ഏതാ സിന്തറ്റിക് മെറ്റീരിയൽ ആണോ കേട്ടോ, അത് ചോദിക്കുന്നു. ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനിർമ്മിതമായ ഒരു പദാർത്ഥമാണ്. ട്രൈ റൈറ്റിംഗ് ഡൗൺ ദ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. നോക്കിയേ, ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാ? ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ ഗ്ലാസ് കൊണ്ടുള്ള മിറർ ഉണ്ട് അല്ലേ, കണ്ണാടി അല്ലേ, നമ്മുടെ കണ്ണിൽ വെക്കുന്ന കണ്ണാടിയുണ്ട്, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുണ്ട്. ഈ കണ്ണാടി എന്നല്ല കുഞ്ഞുങ്ങളെ, നമ്മൾ കണ്ണാടി നമ്മൾ നോർമലി പറയുന്നെങ്കിൽ അതിനെ മലയാളത്തിൽ ദർപ്പണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദർപ്പണങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഫിസിക്സിനകത്തിൽ നമ്മൾ ദർപ്പണങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഗ്ലാസ് ജാറ് ഇപ്പം നമ്മൾ കണ്ടു അല്ലേ, ഗ്ലാസിൻ്റെ ജാറ്, അതിന് ഭരണി അല്ലേ, ഭരണികൾ, പ്രിസങ്ങളുണ്ട്, റൂഫ് നമ്മുടെ മേളി അല്ലേ, മേളിൽ നമ്മൾ ഗ്ലാസിൻ്റെ ഷീറ്റ് ഇടും, അറിയാവോ, നടുക്കൊക്കെ. ഓക്കെ, പിന്നെ പ്രിസങ്ങൾ, പിന്നെ റൂഫ്, മേൽക്കൂരകൾ. ഓക്കെ, ലെൻസുകൾ അറിയാവോ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസും ഒക്കെ ലെൻസുകൾ വേറെ അല്ലേ ഉണ്ട്. ഇനി ഗ്ലാസ് ഷീറ്റ്, ഗ്ലാസിൻ്റെ ഷീറ്റുകളുണ്ട്, വിൻഡോ പാനുണ്ട് അല്ലേ, ജനൽ പാളികൾ അല്ലേ, ജനലിൻ്റെ പാളികൾ, ജനലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നത് ഈ ഗ്ലാസ്സുകളെ കുറിച്ചാണ് കേട്ടോ. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഗ്ലാസ്സുകളെ കുറിച്ച് വല്ലതും അല്ലേ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലേ, അതൊക്കെ നമുക്കറിയത്തുള്ളൂ. അപ്പം മിറർ ഏതൊക്കെ നമുക്ക് ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതാ? നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ പേര് എഴുതിക്കോ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ്, ഇവിടെ കുറേ പടം കൊടുത്തിട്ടുണ്ട്. ഈ പടത്തിനകത്തിലേണ്ട കാറിൻ്റെ അടി കണ്ടോ, സൈഡിലത്തെ ഗ്ലാസ് കണ്ടോ, ഇവിടെ ഇതിലെ ഗ്ലാസ്, ജനലിൻ്റെ ഗ്ലാസ്, കണ്ണാടി മിറർ, കോൺകേവും കോൺവെക്സിൻ്റെയും പ്രിസം, അല്ലാത്ത ജാറ്, ഇതൊക്കെ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇനി അവിചാരിതമായി കണ്ടെത്തിയ സുതാര്യ വസ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ടെസ്റ്റിലൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ അവിചാരിതമായ കേട്ടോ, അതിൻ്റെ നോക്കാം. അതൊന്ന് വായിച്ചു തരാം നിങ്ങൾ, എന്തുവാന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പുരാതന നാഗരികരായ ഫിനീഷ്യൻ നാവികർ ആരാന്ന് നോക്കിയാൽ ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചായിരുന്നോ കേട്ടോ. ഏത് നാവികരാ? ഫിനീഷ്യൻ നാവികര് അലക്കുകാരം നിറച്ച കപ്പലിൽ, നോക്കണേ നിങ്ങളെ, അലക്കുകാരമാണ് കേട്ടോ, കാരം ഉണ്ടല്ലോ, അലക്കുന്ന കാരം, അലക്കുകാരം നിറച്ച കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ നദിയുടെ തീരത്തെ മണലിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു അവർക്ക്. അടുപ്പ് കൂട്ടാൻ കല്ല് കിട്ടാതെ വന്നപ്പോൾ കപ്പലിൽ ഇരുന്ന ഈ അലക്കുകാരത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ സോഡിയം കാർബണേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ നിന്നല്ല, അതിൻ്റെ രാസനാമം കേട്ടോ, സോഡിയം കാർബണേറ്റ്. അലക്കുകാരം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? സോഡിയം കാർബണേറ്റ്. ഒന്നുകൂടെ വായിക്കണോ? പുരാതന നാഗരികരായ പണ്ടത്തെ ആൾക്കാരാ ഫിനീഷ്യൻ നാവികര് അലക്കുകാരം, അതായത് നമ്മുടെ ഈ സോഡിയം കാർബണേറ്റ് നിറച്ച കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ നദിയുടെ തീരത്തെ മണലിൽ അവർ കുറേ ഇങ്ങനെ ദൂരം പോയപ്പം അവർ നദിയുടെ തീരത്തെ മണലിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പോഴോ അടുപ്പ് കൂട്ടാൻ കല്ല് കിട്ടാതെ വന്നപ്പോൾ ഈ കപ്പലിൽ ഇരുന്ന അലക്കുകാരത്തിൻ്റെ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് അതിൻ്റെ കട്ടകൾ എടുത്ത് അവരെന്ത് ചോദിച്ചു? കട്ടകൾ ഉപയോഗിച്ച് തീ കൂട്ടിയത്രേ. കട്ടകൾ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തീ കൂട്ടിയത്രേ. അപ്പോൾ ഈ അടുപ്പിൽ നിന്നും സുതാര്യമായ കട്ടിയുള്ള ഒരു ദ്രാവകം ഒഴുകി വന്നെന്ന്. സുതാര്യമായ കട്ടിയുള്ള ഒരു ദ്രാവകം ഒഴുകി വന്നു. ഇത് ഗ്ലാസ് ആയിരുന്നു. ഈ ദ്രാവകം എന്തായിരുന്നു? ഗ്ലാസ് ആയിരുന്നു. ഫിനീഷ്യക്കാർ ഇതിന് നിറങ്ങൾ നൽകി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തി എന്നും പറയപ്പെടുന്നു. ഈ ഫിനീഷ്യൻകാര് എന്താണ് ഇതിനൊക്കെ ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ടല്ലോ, ഈ ഉരുകി വരുന്നതൊക്കെ അവരെടുത്തിട്ട് അതിന് പല കളർ കൊടുത്തു കേട്ടോ. പല കളറുകൾ കൊടുത്തിട്ട് അതെന്ത് ചെയ്തു? അതുകൊണ്ട് ഇവിടെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പല കളർ കൊടുത്തിട്ട് അവർ വിൽപ്പന നടത്തി എന്നും പറയപ്പെടുന്നു. ഈ കഥ സത്യമായാലും കേട്ടോ, ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. കഥ സത്യമായാലും ഇല്ലെങ്കിലും നമുക്കറിയാം, മണലിൽ അടങ്ങിയ, നോക്കണേ കുഞ്ഞുങ്ങളെ, ഇനി മണലിൽ ഈ വരി ഓർത്തണേ, അടങ്ങിയ സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഈ പേരൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്ന, ഒന്ന് പഠിച്ചു വെച്ചേരെ. സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹ ലവണവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത് കേട്ടോ. ഗ്ലാസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ചോദ്യമാണ്. മണലിൽ അടങ്ങിയ സിലിക്കൺ ഡൈ ഓക്സൈഡ്
ഉയർന്ന താപനിലയിൽ നല്ലപോലെ ചൂട് കൊടുക്കുമ്പോൾ കേട്ടോ, അങ്ങനെ നല്ലപോലെ ചൂടല്ലേ, ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായിട്ട് ഇപ്പം നാക്കൂരിപ്പോയിനി ലോഹ ലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. കേട്ടല്ലോ, ഗ്ലാസ് രൂപം കൊണ്ടുന്നത് എങ്ങനെയാണ്? 4 ഉണ്ട് അതെ കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. ഗ്ലാസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ? ഗ്ലാസ് ഈസ് ഫോംഡ് വെൻ സാൻഡ് ഏതാ സിലിക്കൺ ഡയോക്സൈഡ്, ഏത് മണ്ണാണ് അവിടെ? സിലിക്കൺ ഡയോക്സൈഡ് അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ വേർ മെറ്റൽ സാൾട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഗ്ലാസ് ഈസ് ഫോംഡ് വെൻ സാൻഡ് സിലിക്കൺ ഡയോക്സൈഡ്, അത് ഏതാണെന്ന് ഓർത്തോണ്ടെങ്കിൽ ഇപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. സിലിക്കൺ ഡയോക്സൈഡ് അണ്ടർഗോസ് കെമിക്കൽ റിയാക്ഷൻ വെൻ മെറ്റൽ സാൾട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. മണല് ഇവിടെ സിലിക്കൺ ഡയോക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. ഗ്ലാസ് ഉണ്ടാകുന്നത് എങ്ങനെ അല്ലെ? ഗ്ലാസ് ഈസ് ഫോംഡ് കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. കേട്ടല്ലോ, എഴുതാമേ 4 എണ്ണം, പ്രധാനപ്പെട്ട 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. നോക്കിയേ, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്ലാസുകൾ ഒരേ തരത്തിലുള്ളവയാണോ? നോക്കിക്കേ, ഇത് വെള്ള, ഇത് നോക്കിയേ ചുവന്ന, നമ്മൾ കൂജ എന്നൊക്കെ പറയത്തില്ലേ വെള്ളം ഒഴിച്ചു വെക്കുന്നത്, പച്ച, കണ്ടോ ഓരോ ഷേപ്പിലൊക്കെ ഉള്ളതാണ്. അപകടത്തിൽ തകർന്ന വാഹനങ്ങളുടെ ചില്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വണ്ടിയൊക്കെ ആക്സിഡൻറ്റ് പറ്റുമ്പോഴേ നിങ്ങൾ ആ ചില്ല് കണ്ടിട്ടുണ്ടോ? എല്ലാം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു ചെറിയ തരി പോലെ അല്ലേ, ചെറിയ തരി പോലെ. ഒന്നും അവിടെ എന്താ ഗ്ലാസ്സായിട്ട് കുപ്പിമുറിയായിട്ട് വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. എന്താണ് അവയുടെ പ്രത്യേകത? നിങ്ങളുടെ ഒരു ഗ്ലാസിൻ്റെ ഫ്രണ്ടായാലും സൈഡായാലും തട്ടുമ്പോൾ എന്താ പൊടിഞ്ഞ് വണ്ടി ഇടിച്ച സ്ഥലമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊടിഞ്ഞ് അങ്ങ് പോകുന്നതായിട്ട് കാണാം അല്ലേ? തൊടുന്നെടുത്ത് പൊടിഞ്ഞ് പോയതായിട്ട് കാണാം. എന്താ അത് ഇങ്ങനെ കൂർത്ത ഗ്ലാസ് ആയതുകൊണ്ട് അത് പൊട്ടുമ്പോൾ എന്താ അങ്ങനെ ആവാത്തത്? എന്താ അതിൻ്റെ പ്രത്യേകത? അതൊരു ചോദ്യം കേട്ടോ. അതായത് വാഹനങ്ങളുടെ ഗ്ലാസ് ചില്ലുകളുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ വിൻഡോ ഓഫ് വെഹിക്കിൾസ്? What is special about the windows of vehicles? അപ്പോൾ അതിൻ്റെ ഒരു 3 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? വിൻഡോസ് വെഹിക്കിൾസ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് ലാമിനേറ്റ് ചെയ്തതാണ് കേട്ടോ. അവർ ആ ഗ്ലാസ് ലാമിനേറ്റ് ചെയ്തതാണ്. ദേ ഡു നോട്ട് ഫാൾ ഡൗൺ ഇവൻ ഗോട്ട് ബ്രോക്കൺ. വായിക്കാൻ പഠിക്കണേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതിന് ഓരോ വാക്കും ഞാൻ എടുത്തു പറയുന്നത്. ദ ബ്രോക്കൺ പീസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജ്. ആ 3 പോയിന്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. നല്ല 3 പോയിന്റാണ്. നമ്മുടെ അതിൻ്റെ ഇപ്പോൾ കാറിൻ്റെ ഗ്ലാസ് ചില്ലുകളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അതിൻ്റെ വിൻഡോസ് വെഹിക്കിൾസ് എന്താ ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് ലാമിനേറ്റ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഫോട്ടോയൊക്കെ ലാമിനേറ്റ് ചെയ്യാന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ? ലാമിനേറ്റ്സ്. ദേ ഡു നോട്ട് ഫാൾ ഡൗൺ ഈവൻ ഗോ ടു ബ്രോക്കൺ. ദേ ബ്രോക്കൺ പീസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജ്. മനസ്സിലായോ ഇംഗ്ലീഷുകാർക്ക്? അതായത് വാഹനങ്ങളിലെ ഗ്ലാസ്സുകൾ അല്ലേ, 2 ഗ്ലാസ് ഷീറ്റുകൾ സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും അവർ ഒട്ടിച്ചെടുത്ത് ലാമിനേറ്റ് ചെയ്യും കേട്ടോ. മനസ്സിലാക്കണേ, വാഹനങ്ങളിലെ ഗ്ലാസ്സുകൾ 2 ഗ്ലാസ് ഷീറ്റുകൾ സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും ഒട്ടിച്ചെടുത്ത ലാമിനേറ്റുകളാണ്. ഇവ പൊട്ടിയാൽ ഇളകി വീഴുന്നില്ല, പൊട്ടിയാൽ കൂർത്ത അഗ്രഹങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിനെ സേഫ്റ്റി ഗ്ലാസുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വണ്ടികളുടെയൊക്കെ ഗ്ലാസ് ഉണ്ടല്ലോ, കാറിൻ്റെയൊക്കെ ഗ്ലാസ്സിനെ സേഫ്റ്റി ഗ്ലാസുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? വാഹനങ്ങളിലെ ഗ്ലാസ്സുകൾ, അതായത് ഈ 2 ഷീറ്റുകളുണ്ട്, ഈ ഗ്ലാസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ആ 2 ഷീറ്റുകൾ അത് സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ ഇരുവശവും ഒട്ടിച്ചേർത്ത ലാമിനേറ്റുകളാണ്. ഇവ പൊട്ടിയാൽ ഇളകി വീഴുന്നുമില്ല, പൊട്ടിയാൽ കൂർത്ത അഗ്രങ്ങൾ അവിടെ ഉണ്ടാകുന്നതുമില്ല.
അതുകൊണ്ട് ഇതിനെ എന്താ സേഫ്റ്റി ഗ്ലാസുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മലയാളം മീഡിയക്കാർ അത് എഴുതിക്കോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കിയേ, ഇതിനകത്തൊരു ഷാർപ്പ് എഡ്ജ് വരുന്നില്ല. പൊട്ടിപ്പോകുമ്പോൾ എന്താ ഇത് താഴെ വീണാൽ എന്താ അങ്ങനെ പൊട്ടിച്ചെതറി എന്താ കൂർത്ത്. സാധാരണ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ്, നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്ലാസ് തറയിൽ വീഴുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? ഏതൊക്കെ ഷേപ്പിലായിരിക്കും അത് താഴെ വീഴുന്നത്. എന്തിനാ? നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു അല്ലേ? ആ കണ്ണാടി ഏതൊക്കെ ഷേപ്പിലായിരിക്കും, കൂർത്തും അല്ലേ, വട്ടത്തിലും കൂർത്തും ചതുരത്തിലും ഏതൊക്കെ ഷേപ്പ് വേണം അപ്പോൾ അതിൻ്റെ അല്ലേ. പക്ഷെ എന്താണ്, വാഹനങ്ങളുടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുവാണെങ്കിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ നിങ്ങളെ, ഇപ്പം എല്ലാവർക്കും അറിയാമല്ലേ, ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പേരെന്താണ്? അടുത്ത അവർ ചോദിച്ചേക്കുന്ന ചോദ്യം അതാണ്. 6ാമത്തെ നോക്കിക്കേ. ഡു യു നോ ദ നെയിം ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ? മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പേരെന്താണ്? കോണിംഗ് ഗൊറില്ല ഗ്ലാസ് കേട്ടോ. CORNING, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലേ കേട്ടോ. ഈ ഒരു പേര് നമുക്കറിയാം. ഈ എന്താ നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസ് അല്ലെ, പുതിയൊരു ഫോൺ മേടിക്കുമ്പോഴേ നമ്മൾ പറയും അയ്യോ ഇതിങ്ങനെ വെക്കല്ലേ, പെട്ടെന്ന് നമുക്ക് ഇതിനെന്താ ഒരു ഗ്ലാസ് ഒട്ടിക്കണം, പിന്നെന്താ ഒരു എന്താ ഒരു പൗച്ച് അല്ലേ, പൗച്ചല്ല എന്താ ഇത് എന്താ ഒരു കവറും ഒക്കെ മേടിക്കണം അതല്ലേ. അപ്പം ഗൊറില്ല ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ. ദേ ഡു നോട്ട് ബ്രേക്ക് ഈസിലി ആൻഡ് ഡു നോട്ട് എന്താ സബ്ജക്റ്റ് ടു സ്ക്രാച്ച് യൂഷ്വലി. എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന ഗ്ലാസ് കോണിംഗ് കേട്ടോ, പേര് നോക്കണേ, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ പൊട്ടിപ്പോകത്തതുമില്ല. അതിനകത്തിൽ നമ്മളെന്താ പോറലുകളും അധികം സ്ക്രാച്ച് ഒന്നും വീഴത്തുമില്ല കേട്ടോ. ഡു നോട്ട് സബ്ജക്റ്റ് ടു സ്ക്രാച്ച് യൂഷ്വലി. നമ്മളിങ്ങനെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എന്താണ്, ആ ഗ്ലാസ്സിൽ സ്ക്രാച്ചും വീഴത്തില്ല, പിന്നെ അത് താഴെ വീണാലോ പൊട്ടത്തുമില്ല കേട്ടോ. ഗൊറില്ല ഗ്ലാസ് ഇട്ടാൽ പൊട്ടിയൊക്കെ ചെയ്യും, സൈഡൊക്കെ ചെറിയ, മറ്റേ ഗ്ലാസ്സിനെ അപേക്ഷിച്ച് ഇത് പൊട്ടത്തില്ല. മറ്റേ എന്താ സൈഡിൽ ഈ നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസിൻ്റെ പൊട്ടുന്ന കാര്യം പറയുള്ളൂ, ഇച്ചിരി ഇല്ലേ, തൊട്ട് കയറി പോകുന്നതാണ് അതല്ലേ. ഓക്കെ, ഇവിടെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസ്പ്ലേ ഓഫ് മൊബൈൽ ഫോൺ. ദേ ഡു നോട്ട് ബ്രേക്ക് ഈസിലി ആൻഡ് ഡു നോട്ട് സബ്ജക്റ്റ് ടു സ്ക്രാച്ച് യൂഷ്വലി. അത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം അത് കേട്ടോ. ഓക്കെ ആണോ? അത്രയും ഇവിടെ വരെ ഓക്കെ ആണോ കുഞ്ഞുങ്ങൾ? നമ്മൾ ഓരോന്നും പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചത്, ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ചിലതരം ഗ്ലാസുകളും അവയുടെ ഉപയോഗങ്ങളും പ്രധാന ഘടകങ്ങളും ഇവിടെ താഴെ പട്ടികയിൽ തന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പം നമ്മൾ അത് നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാൻ അതും എഴുതിയിട്ടുണ്ട്. അതായത് ടൈപ്പ് ഓഫ് ഗ്ലാസുകൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ടൈപ്പ് ഓഫ് ഗ്ലാസുകൾ, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, മേജർ കോമ്പോണൻസ് ഏതൊക്കെയാണ്. ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ ഗ്ലാസുകൾ ഏതൊക്കെ, നമുക്ക് ഏതെങ്കിലും ഗ്ലാസിൻ്റെ പേരറിയാമോ? ഇല്ലേ, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഗ്ലാസ്സാണ്, നമ്മുടെ കണ്ണിലിരിക്കുന്ന കണ്ണാടി ഗ്ലാസ്സാണ്, നമ്മുടെ ഫോണിൻ്റെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സാണ് അല്ലേ. മിക്കവാറുമുള്ള നമുക്ക് ഒരുപാട് ഗ്ലാസ് അറിയാം. പക്ഷേ ഇത് ഏതൊക്കെ ഗ്ലാസ്സാണ് നമ്മൾ എങ്ങനെ അറിയുന്നത്? അപ്പോൾ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ടൈപ്പ് ഓഫ് ഗ്ലാസ്, അതിൻ്റെ ഉപയോഗങ്ങളും അതിനകത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും. ഒന്നാമത്തെ നോക്കൂ നിങ്ങളെ, സോഡ ലൈം ഗ്ലാസ് അല്ലേ. സോഡ ലൈം ഗ്ലാസും അതുപോലെ തന്നെ സോഫ്റ്റ് ഗ്ലാസും നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. സോഡ ലൈം ഗ്ലാസും സോഫ്റ്റ് ഗ്ലാസും നോക്കിയേ. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ടു മേക്ക് മിറർ, വിൻഡോ ഗ്ലാസ്, ബോട്ടിൽ, ഇതൊക്കെ പണിയാൻ, അതായത് കണ്ണാടി, ജനലിൻ്റെ ഗ്ലാസ്സോ ബോട്ടിലുകൾ എന്നിവയൊക്കെ എന്നിവയൊക്കെ നിർമ്മിക്കാൻ സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും കണ്ണാടി ഉപയോഗിക്കാൻ ഏത് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്, സോഫ്റ്റ് ഗ്ലാസ് എന്നോ അല്ല സോഡ ലൈം ഗ്ലാസ് എന്നോ പറയാം. സോഡ ലൈം ഗ്ലാസ് കേട്ടോ. കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ഇതിനകത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കൂ നിങ്ങളെ. സിലിക്ക, പേര് നോക്കിക്കോടെ, സിലിക്ക, സോഡിയം ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കേട്ടോ. സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്സിനകത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? സിലിക്ക. ഈ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. എല്ലാ ഗ്ലാസ്സിനകത്തിലും അടങ്ങിയിരിക്കുന്ന ഒരാളാണ് സിലിക്ക കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണോ നിങ്ങളെ, സിലിക്ക. കാരണം അതിൻ്റെ ചോദ്യമുണ്ട്, എല്ലാ ഗ്ലാസ്സിനകത്തിലും അടങ്ങിയ ഒരാളാണ് ഈ സിലിക്ക. പിന്നെ കാൽസ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ് തുടങ്ങിയവ. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തെ ഗ്ലാസിൻ്റെ പേരാണ് ബോറോസിലിക്കേറ്റ് എന്ന് പറയുന്ന ഗ്ലാസ്. പേര് നല്ലപോലെ നോക്കണേ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കേട്ടോ. ബോറോസിലിക്കേറ്റ്
ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഈ ലാബൊക്കെ ഉണ്ടല്ലോ, ലാബിലൊക്കെ നിങ്ങൾ ലാബിൽ പോയിട്ടുണ്ടോ? അവിടുത്തെയൊക്കെ പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ലാബോറട്ടറി എക്യുപ്മെൻറ്റ്സിനും അതുപോലെ തന്നെ കുക്ക് വെയറിനും അല്ലേ, എന്ന് വെച്ചാൽ ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാനും നമ്മുടെ പാചക പാത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ഒക്കെ ഏതാണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സോഡ ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നു. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിലെ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിനും കുക്ക് വെയർ അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഏതാണ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മുതൽ ഇപ്പോൾ പറഞ്ഞതാണ്, ഗ്ലാസ് ഏതാണെങ്കിലും അതിനകത്തിൽ ഏതാവുന്നതൊക്കെ അതിനകത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് വെച്ചാൽ സിലിക്കയാണ് കേട്ടോ. പിന്നെ ഇവിടെ ബോറോസിലിക്കേറ്റ് ആവുമ്പോൾ അതിനകത്തിലേതാ? ബോറോ ഓക്സൈഡ് വരും. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. ഈ പേര് നോക്കിക്കോണേ, കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ട്, അലൂമിനിയം ഓക്സൈഡ് ഉണ്ട്. എല്ലാ ഓക്സൈഡുകളാണ് ഗ്ലാസ്സിൽ വരുന്നത് കേട്ടോ. ബോറിക് ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ് കേട്ടോ. ബോറോസിലിക്കേറ്റ് നമ്മളിപ്പം ലാബിലൊക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെ ഘടകങ്ങൾ കോമ്പോണൻസുകളാണുള്ളതെന്ന് നല്ലപോലെ അറിയണമെങ്കിൽ സിലിക്ക, ഏത് ഗ്ലാസ് ചോദിച്ചാലും സിലിക്ക കേട്ടോ. പിന്നെ ബോറിക്ക് കേട്ടോ, ബോറോയുടെ ആയതുകൊണ്ട് ബോറിക്ക് ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്. ഇനി അടുത്ത എന്താ? ഗ്ലാസിൻ്റെ ഒരു 3 ഗ്ലാസ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഫിൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഫ്ലിൻ്റ് ആവും നിങ്ങൾ കേട്ടോ. ഫ്ലിൻറ്റ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഇത് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ലെൻസുകൾ ഉപയോഗിക്കാനും പ്രിസം ഉപയോഗിക്കാനും ഒക്കെ. ലെൻസ് ഉണ്ടല്ലോ, ലെൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. ലെൻസുകൾക്കും പ്രിസം എന്നിവ, ലെൻസ്, പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് കേട്ടോ. സിലിക്ക, അതിൽ നോക്കിക്കേ ആരുണ്ട്? ഗ്ലാസ് ആണെങ്കിൽ അതിനകത്തിൽ ആര് വരും? സിലിക്ക. പിന്നോ പൊട്ടാസ്യം ഓക്സൈഡും ലെഡ് ഓക്സൈഡും ഒക്കെ ഏതാ? ഈ ഫ്ലിൻറ്റ് ഗ്ലാസ്സിലും ഒപ്റ്റിക്കൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ 2 എണ്ണം, ഇത് 2 എണ്ണം നമ്മുടെ ടെസ്റ്റിൽ നാണ്ട് ഇവിടെ ഇങ്ങനെ എഴുതാനുള്ളതാട്ടോ. സിലിക്ക കേട്ടോ. ഇവിടെ നിങ്ങൾ എന്താ എഴുതാം? കാൽസ്യം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ് കേട്ടോ. ഇവിടെ സിലിക്ക, പൊട്ടാസ്യം ഓക്സൈഡ്, ലെഡ് ഓക്സൈഡും ഒക്കെ എഴുതിക്കോണം കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ. ഈ 3 എണ്ണമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ ആണ്, എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അടുത്ത ഇനി അതിൻ്റെ തൊട്ട് എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകം ഇപ്പം നമ്മളോട് ചോദിച്ചതാ. ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകം ഇവിടെ ആരാവും നിങ്ങളെ? സിലിക്കയാ അല്ലേ. ഏത് ഗ്ലാസ്സിനകത്തിൽ ചോദിച്ചാലും എന്തുണ്ട്? സിലിക്ക കേട്ടോ. സിലിക്ക. ഓരോതരം ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാ? ഇപ്പോൾ ബോറോ ആണെങ്കിൽ ബോറോ ഓക്സൈഡ് അല്ലെ, ഒരുപാട് ഓക്സൈഡ്. ഗ്ലാസ്സുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഗ്ലാസ്സുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം? നമുക്കൊരു 3 സ്വഭാവം നോക്കിക്കേ. ട്രാൻസ്പെയറൻസി ആണ് അല്ലേ, സുതാര്യതയാണ്. ട്രാൻസ്പെയറൻസി, നമ്മൾ ഗ്ലാസ്സിനകത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റത്തില്ലേ, അതുകൊണ്ടാണ് ട്രാൻസ്പെയറൻ്റ് ആണ് അല്ലേ, ട്രാൻസ്പെയറൻസി ആണ്. ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്, അതിനകത്ത് നല്ലപോലെ ഗ്ലാസ്സിനകത്തിൽ നമ്മൾ അടുപ്പ വെച്ച് തിളപ്പിച്ചാൽ എന്താ പറ്റുമോ? അത് പൊട്ടിപ്പോവും. താപചാലകമല്ല. ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, പറ്റുമോ? ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഇത് വൈദ്യുത ചാലകം അല്ല. അതുപോലെ തന്നെ ബ്രിട്ടിൽ നേച്ചർ എന്ന് പറയും. ബ്രിട്ടിൽ നേച്ചർ എന്ന് വെച്ചാൽ അത് പൊട്ടുന്നതാണ്. ഗ്ലാസ് എന്ന് വെച്ചാൽ എന്താ? അത് ഭങ്കുരമാണെന്നൊക്കെയാണ് നമ്മൾ അതിനകത്തിൽ പൊതുവെ പറയുന്നത്. അപ്പോൾ അതിലും എളുപ്പം എനിക്ക് തോന്നുന്നു പൊട്ടുന്ന സ്വഭാവമുള്ളതാണ്. ഏതാണ് നമ്മൾ പഠിക്കുന്നത്? കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലാസ് ആണ്. ഗ്ലാസിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഒരു 4 എണ്ണം പഠിച്ചു വെച്ചേക്കണം. ട്രാൻസ്പെയറൻ്റ് ആണ്, ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ബ്രിറ്റിൽ നേച്ചർ, BRITTLE, ബ്രിറ്റിൽ നേച്ചർ കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുന്ന സ്വഭാവം ഉള്ളതാണ്. അതത്രേ ആ പേജിനകത്തിൽ. ഇനി അതിനകത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെ, പല നിറത്തിലുള്ള ഗ്ലാസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്താ ഇവയ്ക്ക് നിറം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിർമ്മാണ പ്രക്രിയക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഗ്ലാസിന് നിറം കൊടുക്കുന്നത് എന്നും പറയുന്നുണ്ട്.
കേട്ടല്ലോ. പല നിറത്തിലുള്ള ഗ്ലാസുകൾ നമ്മൾ ഇപ്പുറത്തെ പേജിലൊക്കെ നമ്മൾ പറഞ്ഞു. ഇവയ്ക്ക് നിറം നൽകുന്നത് എങ്ങനെയാണെന്നും നിർമ്മാണ പ്രക്രിയക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഈ ഗ്ലാസ്സിന് നിറം കൊടുക്കുന്നു എന്നുമാണ് പറയുന്നത്. ഇനി ഓരോന്നും ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാമാണ്, ഏതൊക്കെ രാസവസ്തുക്കൾ ചേർത്താണ് നോക്കി കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ മഞ്ഞ കുപ്പി അല്ലേ ലഭിക്കുന്ന ഗ്ലാസിന്റെ നിറം, മഞ്ഞ ഗ്ലാസ് നമ്മൾ ഈ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, മഞ്ഞ ഗ്ലാസ് ചുമ ഏത് കളർ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലേ. അപ്പോൾ ഈ മഞ്ഞ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എഴുതിയില്ല കുഞ്ഞുങ്ങളെ. എന്താണ് കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ്. ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കണേ കുഞ്ഞുങ്ങളെ, അതിൻ്റെ മലയാളം വായിക്കുന്നത് കാഡ്മിയം സൾഫൈഡ് ആണ് മഞ്ഞ കളർ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഗോൾഡ് ക്ലോറൈഡ് ആണ് റൂബി റെഡ് കൊടുക്കുന്നത്. റെഡ് ഉണ്ടല്ലോ ചുവപ്പ്, റൂബി റെഡ് എന്ന് പറയുന്നൊരു ചുവപ്പുണ്ട് കേട്ടോ. അത് ഗോൾഡ് ക്ലോറൈഡ് ഇടുമ്പോഴാണ് റൂബി റെഡ് ഉണ്ടാകുന്നത്. ചുമന്ന ഗ്ലാസ് നമ്മൾ ഈ ക്യാൻഡിൽ മെഴുകുതിരിയൊക്കെ കത്തിക്കാനേ ചിലപ്പോൾ ഇങ്ങനെ പല കളറിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനകത്ത് മെഴുകുതിരി കത്തിക്കുന്നേ അല്ലേ. ഇനി അതുപോലെ തന്നെ ക്രോമിയം ഓക്സൈഡ്, പച്ച കളറിലെ ഗ്ലാസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോമിയം ഓക്സൈഡ് ചേർക്കണം എന്ന രാസവസ്തു, കെമിക്കൽ കേട്ടോ. ക്രോമിയം ഓക്സൈഡ് ചേർക്കുമ്പോൾ പച്ച. അതുപോലെ തന്നെ കൊബാൾട്ട് ഓക്സൈഡാണ് നീല. ഈ 4 എണ്ണം നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കാഡ്മിയം സൾഫൈഡ് മഞ്ഞ കളറിന് വേണ്ടി, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡിന് വേണ്ടി, ക്രോമിയം ഓക്സൈഡ് പച്ച കളറ്, കൊബാൾട്ട് ഓക്സൈഡ് നീല കളർ. നമ്മൾ ഓരോ ഗ്ലാസിൻ്റെയും നിറം കൊടുക്കുന്നത് ഏത് കെമിക്കൽ ഉപയോഗിച്ചാൽ, ഏത് രാസവസ്തു ഉപയോഗിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ, ഇത് ചെറിയൊരു ചാപ്റ്റർ ആവും ഞങ്ങൾ കേട്ടോ. ഒരു പാർട്ട് ഇടുമ്പോൾ നമ്മളിത് തീരും. അപ്പോൾ ഇത് ഇത്രയും വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ 10 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.